തൃശൂർ വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി തീ പിടിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. എരിമത്തളം സ്വദേശി രവീന്ദ്രൻ, ഭാര്യ ജയശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജയശ്രീയുടെ നില ഗുരുതരമാണ്. നമുക്കിപ്പം ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, എങ്ങനെയാണ് ഈ ഗ്യാസ് ലീക്കായത്? ദമ്പതികളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതായത് എങ്ങനെയാണ് ഈ ഗ്യാസ് ലീക്ക് ആയതെന്നുള്ള കാര്യത്തിൽ പരിശോധന വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ വീട്ടുകാർ രവീന്ദ്രനും ഭാര്യ ജയശ്രീയും രണ്ടുപേരും ചേർന്ന് തൃശൂർ ചേർപ്പിലുള്ള ബന്ധുവീട്ടിൽ പോയത്. ഒരു പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് അവർ പോയത്. ഇവിടെ പോയി ചേർപ്പിൽ നിന്ന് മടങ്ങി വന്നത് ഉച്ചയോട് കൂടിയാണ്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഇവർ മടങ്ങി വീട്ടിലേക്ക് എത്തിയത്. ഇവർ വീട്ടിലേക്ക് എത്തി വീടിനകത്ത് കയറി ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ തന്നെ പൊട്ടിത്തെറി നടന്നു എന്നുള്ളതാണ് ഈ തൊട്ടടുത്തുള്ള ആളുകൾ പറയുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഈ ഗ്യാസ് ചോർന്നാണ് ഇത്തരത്തിൽ വീടിനകത്ത് ആകെ വ്യാപിച്ചതെന്നാണ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഈ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യാതെ പോയതാകാം ഈ ഒരു അപകടത്തിന് കാരണം, അല്ലെങ്കിൽ ലീക്കിന് കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. കാരണം 2 ഗ്യാസ് സിലിണ്ടറുകളും വീടിന്റെ പുറത്താണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് ഈ ഗ്യാസ് പരക്കണമെങ്കിൽ അതൊരു പക്ഷേ ഈ ഗ്യാസ് അടുപ്പ് അടയ്ക്കാൻ മറന്നുപോയതാകാം ഇതിനൊരു കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ ഗ്യാസ് നിറഞ്ഞ ഈ ഇടത്ത് ആ പൊട്ടിത്തെറി ഉണ്ടായതിനെ തുടർന്ന് മുറികളിലെല്ലാം തന്നെ തീ പടർന്ന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഭാര്യ ജയശ്രീയുടെ നില ഗുരുതരമാണ്. കാരണം ഇവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് രവീന്ദ്രനും പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പൊള്ളൽ ജയശ്രീക്കാണ്.